ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് 160ാമത്തെ ദിവസം. ഇന്ന് 16ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകം വിചാരം ചെയ്യുന്നു. പതിവ് പോലെ ആദ്യം ശ്ലോകപാരായണം, തുടർന്ന് അതിൻ്റെ അർത്ഥം, വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി അതിനുശേഷം ഇതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരീയം, ഒരു നിഴൽ നാരായണീയം പാടി സമർപ്പണം. നരനാരായണാവതാരത്തെ വർണ്ണിക്കുന്ന ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷാ പുഷ്പോത്കരാൻ പ്രവവൃഷുനുനുവു സുരൗഘാം. ധർമ്മഗൃഹിണീ മൂർത്തിഃ മഹിതാനുഭാവം ഭവന്തം നരസഖം നാരായണം സുഷുവേ യജ്ജന്മനി പ്രമുദിതാ സുരൗഘാ കൃതതൂര്യഘോഷാ പുഷ്പോത്കരാൻ പ്രവവൃഷു നനുവു. ഇവിടെ ധർമ്മഗൃഹിണി മൂർത്തി ഹി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണല്ലോ. മഹിതാനുഭാവം ഭവന്തം, ലോകപൂജിതമായ തേജസ്സോടുകൂടിയ ഭവന്തം, അങ്ങയുടെ തന്നെ
സ്വരൂപമായിരിക്കുന്ന അവിടുന്ന് തന്നെയായിരിക്കുന്ന നരസഖം നാരായണം സുഷുവേ, നരനോടുകൂടിയ നാരായണനെ, നരനാരായണന്മാരെ പ്രസവിച്ചത്. ആ നരനാരായണ അവതാര സമയത്തോ യജ്ജന്മനി പ്രമുദിതാ സുരൗഘ, ആ നരനാരായണന്മാരുടെ അവതാരത്തിൽ യജ്ജന്മനി പ്രമുദിത, സന്തുഷ്ടരായ, സന്തോഷിച്ച, മുദിതരായ, പ്രകർഷേണ മുദിതരായ, പ്രമുദിത സുരൗഘ ദേവസംഘം, കൃതതൂര്യഘോഷ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി, പുഷ്പോൽക്കരാൻ പ്രവവൃഷു നനുവു, പുഷ്പങ്ങളെ വാരി വിതറിക്കൊണ്ട്, ആ പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്ത് ഈ നരനാരായണന്മാരെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ്. ദക്ഷന്റെ 13 പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ടു അല്ലേ? ദക്ഷോ വിരിഞ്ചതനയോധം അനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യ. സ്വയംഭൂമനുവിന്റെ പുത്രിയായ പ്രസൂതിയെയാണ് ദക്ഷൻ വിവാഹം ചെയ്തത്. അതിൽ 13 പേരെ ധർമ്മേ ത്രയോദശ ദദൗ, 13 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. പിതൃക്കൾക്ക് സ്വധയെയും അതേപോലെ തന്നെ അഗ്നിക്ക് സ്വാഹയെയും അതേപോലെ പരമശിവന് മഹാദേവന് സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ പറയാണ് ആ 13 പുത്രിമാരിൽ ഒരു പുത്രിയാണ് ഈ ഭഗവാനെ നരനാരായണന്മാർക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഈ മൂർത്തി എന്ന് പറയുന്നു. അപ്പൊ മൂർത്തിയിലാണ് നരനാരായണന്മാരുണ്ടായത് എന്ന് ചുരുക്കം. ഇനി നരനാരായണ അവതാരത്തിന്റെ പല ഫലങ്ങളുണ്ട്. അതിലൊന്ന്, ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അങ്ങനെയാണ്, ശിഷ്ടാനുഗ്രഹവും ദുഷ്ടനിഗ്രഹവുമാണ് ഭഗവാന്റെ അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതിനെക്കുറിച്ചാണ് ഇനി നാളെ നമ്മൾ അനുസ്മരിക്കുക. 3-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് സഹസ്രകവചൻ എന്ന മഹാനായ മഹാശക്തനായ ഒരു അസുരനെ ഭഗവാൻ നിഗ്രഹിച്ചതായിട്ടുള്ള രംഗമൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോൽക്കരാൻ പ്രവവൃഷുർനുനുവു സുരൗഘാം. നാരായണ 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 രാധാ ഗോവിന്ദ. ധർമ്മദേവ പത്നിയായ മൂർത്തിയിങ്കൽ ജനിച്ചല്ലോ നരനാരായണന്മാരാം ലോകപൂജിത. ജനനമറിഞ്ഞ ദേവജനങ്ങളോ വാനിൽ നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു മെല്ലെ സ്തുതി തുടങ്ങി. നാരായണ 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 നരനാരായണന്മാരാം വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.